ചോദിക്കാറുണ്ട്. തർക്കം വന്നാൽ ആര് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കും, ആര് പറയുന്നത് നമ്മൾ എടുക്കുക? അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ സത്യസന്ധമായി നീ പഠിക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ആരാണ് സത്യം പറയുന്നത്, ആരാണ് ഹക്ക് പറയുന്നത് ദീനിന്റെ പേരിൽ, ഉള്ളത് പറയുന്നത്, ഇല്ലാത്തത് പറയുന്നത് നിനക്ക് മനസ്സിലാവും. യാതൊരു സംശയവുമില്ല. ഹക്കിന് മുകളിൽ അള്ളാഹു ഒരു നൂറ് വെച്ചിട്ടുണ്ട്, ഒരു വെളിച്ചം വെച്ചിട്ടുണ്ട്. മസീഹ് ദജ്ജാൽ വന്നാൽ അവന്റെ നെറ്റിയിൽ മുഅ്മിനീങ്ങൾക്ക് വായിക്കാൻ അള്ളാഹു വെച്ചിട്ടുണ്ട് കാഫിർ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എഴുത്തറിയുന്നവൻ അറിയാത്തവൻ അത് വായിക്കും എന്നാണ്. അള്ളാഹു നിശ്ചയിച്ച സത്യത്തിനുമേലുള്ള അതുപോലെ ബാത്തിലിന്റെ മേലെയുള്ള അടയാളമാണ്. അതിനെന്ത് വേണം? നമ്മൾ സത്യസന്ധരായിരിക്കണം. നമുക്ക് ഹക്ക് സ്വീകരിക്കാനുള്ള അതിനുള്ളൊരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. സിദ്ഖുണ്ടാണ്. സിദ്ഖ് ഏറ്റവും അധികം വേണ്ടത് നമ്മുടെ ദീനിന്റെ കാര്യത്തിലാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ദീൻ ഹക്ക് എന്താണെന്ന് മനസ്സിലായി അത് പിൻപറ്റാൻ ഉള്ള മനസ്സ് നിന്നിലുണ്ടോ? അള്ളാഹു നിന്നിൽ അത് കണ്ടിട്ടുണ്ടോ? അള്ളാഹു ഒരിക്കലും നിന്നെ പാഴാക്കി കളയുകയില്ല. ഹക്ക് സ്വീകരിക്കാനുള്ള തീരുമാനം നിന്റെ ഉള്ളിൽ, ആത്മാർത്ഥം, അള്ളാഹുവിനോടുള്ള സിദ്ഖ്, അള്ളാഹുവിനോടുള്ള സത്യസന്ധത എന്ന് അതിന് പറയും. റബ്ബിനോടുള്ള സിദ്ഖ് നിന്റെ കൽബിനുണ്ടോ? എഴുതി വെച്ചോളൂ നിങ്ങൾ. അള്ളാഹു അങ്ങനെയുള്ളവർ പാഴാക്കി കളയുകയില്ല. അള്ളാഹു അവന് സത്യത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ, യാതൊരു സംശയവുമില്ല. ആ സിദ്ഖ് നമുക്ക് ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ് ഈ പാഠങ്ങളിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്.